ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലീലാസ് ടോക്കിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് പറയാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് കുടുംബ ബന്ധങ്ങളെ, അതായത് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കുടുംബനാഥൻ്റെയും കുടുംബനാഥയുടെയും പ്രവൃത്തികൾ മൂലം സ്വന്തം കുടുംബങ്ങൾ തകർന്നടിയുന്ന ആ ഒരു അവസ്ഥ ഇന്ന് കൂടുതലായി കാണുന്നു. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ തരുന്ന എല്ലാ പ്രോത്സാഹനത്തിനും വളരെയധികമായ നന്ദിയും സ്നേഹവും കടപ്പാടുമുണ്ട് നിങ്ങളോട്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് കുടുംബ ബന്ധങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന മുക്കാലും ബന്ധനങ്ങളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ കൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം ഇന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന അനേക കാരണങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അവയിൽ എടുത്തു പറയുന്നത് ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ കുടുംബനാഥയുടെയും പ്രവർത്തനം മൂലം കുടുംബങ്ങൾ തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഉള്ള കാര്യത്തെപ്പറ്റിയാണ് സംസാരിക്കാൻ. ഇപ്പോൾ ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും മക്കൾ അടങ്ങുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ തായ്വേര് അല്ലെങ്കിൽ അടിവേര് എന്നൊക്കെ പറയുന്നത് ആ കുടുംബനാഥനാണ്, അല്ലേ? ആ കുടുംബനാഥൻ്റെ പിന്നിലാണ് ആ ഭാര്യയും ആ മക്കളും വരുന്നത്. അപ്പോൾ ആ കുടുംബനാഥൻ ഉത്തരവാദിത്തമില്ലായ്മ, തൻ്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തമില്ലായ്മ, അല്ലെ തൻ്റെ ഭാര്യയോടും മക്കളോടും ഉള്ള കടമയും ഉത്തരവാദിത്വവും മറന്നു പോകുന്നു ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതിൽ കൂടെയൊക്കെ പല കുടുംബങ്ങളും ഇന്ന് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുടുംബനാഥന്മാർക്ക് നല്ല കുടുംബനാഥന്മാരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. എന്തെങ്കിലും ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്ന ഓരോ വീഡിയോയിലും ഞാൻ പറയുന്നത് എല്ലാവരെയും കാടടച്ചല്ല പറയുന്നത്. നല്ലതായിട്ട് കുടുംബം പുലർത്തുകയും തൻ്റെ ഭാര്യയും മക്കളെയും സൂക്ഷിക്കുകയും കാക്കുകയും അവരുടെ നന്മയ്ക്കും ഉന്നതിക്കും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്ത് ജീവിക്കുന്ന നല്ല നല്ല കുടുംബനാഥന്മാരും ഉണ്ട്, ഭർത്താക്കന്മാരും ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അവരെ പറ്റിയല്ല പറയുന്നത്. അവർക്കൊരു ബിഗ് സല്യൂട്ട്. അപ്പം ഈ കുടുംബനാഥന്മാരെ ഭാര്യയായി മക്കളായി അത് കഴിഞ്ഞിട്ട് ഒരുമാതിരി ഒരു കുടുംബനാഥൻ്റെ കടമയോ കർത്തവ്യമോ പൂർണ്ണമായിട്ട് നിറവേറ്റാതെ അലസമട്ടിൽ കുടുംബജീവിതത്തെ നയിക്കുന്നവരുണ്ട്. എങ്ങനെയും പോട്ടെന്നുള്ള രീതിയിൽ. അത് എന്തുവാണെന്ന് ചോദിച്ചാൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുടുംബത്തിൻ്റെ ഭദ്രതയും കുടുംബത്തിൻ്റെ ബന്ധങ്ങളെയും തകർക്കുന്ന രീതികൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുടുംബനാഥൻ മദ്യപാനിയും അവിഹിത ബന്ധങ്ങളും നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ കുടുംബത്തിന് കടന്നു വരുന്ന എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ അധപ്പതനങ്ങൾക്കും കാരണം ആരാകുന്നു? ആ കുടുംബനാഥനാകുന്നു, അല്ലേ? ഈ കുടിക്കണം എന്നുള്ളത് അവനെ എന്ത് ചെയ്താലും അവന് കുടിക്കണമെന്നേ അവൻ്റെ മനസ്സിൽ വരത്തുള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെ വഴികെട്ട ബന്ധങ്ങളിലേക്ക് പോകുന്നവർ, അവർക്ക് ആ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ അവരതിന് വേണ്ടിയിട്ട് എന്ത് തരികിടവേലയും കാണിക്കും. അങ്ങനെ ചെയ്തു കഴിയുന്ന സമയത്ത് എന്തുവാ സംഭവിക്കുന്നത്? സ്വന്തം ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നേ വെച്ച് താലി കെട്ടി സ്വീകരിച്ച ദൈവത്തിൻ്റെ സമൂഹത്തിൻ്റെ മുന്നേ വെച്ച് താലി കെട്ടിയ മിന്നുകെട്ടിയൊക്കെ വിവാഹം കഴിച്ചുകൊണ്ടെന്നാൽ ആ ഭാര്യയ്ക്ക് പിന്നെ മക്കളുമായി അവരോടും മക്കളോടും ഉള്ള ഉത്തരവാദിത്വമോ കടമയൊന്നും നിറവേറ്റാതെ ഏത് രീതിയിൽ നശിപ്പിക്കാം. അപ്പം മനസ്സ് ഇവരിൽ നിന്നും മാറിപ്പോയി. തൻ്റെ കുടുംബത്തോടുള്ള പ്രതിബദ്ധതയോ തൻ്റെ കുടുംബത്തെയോ തൻ്റെ ഭാര്യയോ തൻ്റെ മക്കളെയോ അവരുടെ ഉന്നമതിയോ അല്ലെ അവർക്കുള്ളത് എന്തിനേയും നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് മറ്റ് വഴിവിട്ട ബന്ധങ്ങളിലുമൊക്കെ പോയി അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ ഒരുപാട് ജീവിതങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറേ ഭർത്താക്കന്മാരെയും കുടുംബനാഥന്മാരെയും കാണുന്നു. കുടുംബനാഥന്മാരുടെ നല്ലതല്ലാത്ത പ്രവൃത്തികൾ കാരണം, നല്ലതല്ലാത്ത ചിന്തകളും വിചാരങ്ങളും പ്രവൃത്തികളും കാരണം തകർന്നടിഞ്ഞ കുടുംബജീവിതങ്ങൾ അനേകമുണ്ട്. അതിൻ്റെ ഫലമൊക്കെയും ആ കുഞ്ഞുങ്ങളും ആ ഭാര്യയുമാണ് അനുഭവിക്കുന്നത്. ഇവർക്കൊരു ചിന്തയുമില്ല. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരോ അല്ലെ അവർക്കൊരു ചിന്തയുമില്ല. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് കള്ളു കുടിക്കണം, അല്ലെങ്കിൽ വഴിവിട്ട ബന്ധത്തിലൊക്കെ പോയി എങ്ങനെയെങ്കിലും ജീവിച്ചങ്ങ് കാലം കഴിക്കണം എന്നുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ.
എന്നാൽ ദൈവത്തിൻ്റെ മുന്നിലും സമൂഹത്തിൻ്റെ മുന്നിലും വെച്ച് ഒരു സ്ത്രീയെ നീ സ്വീകരിക്കുമ്പോൾ അവളുടെ സർവ്വ ഉത്തരവാദിത്വങ്ങളുമാണ് അവൻ ഏറ്റെടുക്കുന്നത്. സർവ്വ കാര്യങ്ങൾക്കുള്ള ഉത്തരവാദിത്വങ്ങളും കടപ്പാടും ആ വ്യക്തിക്കാണുള്ളത്. ആയുസ്സുപര്യന്തം അവളെ പോറ്റേണ്ടുന്നത്, അവൾക്ക് അവൻ കൊടുക്കുന്ന മക്കളെ അവരെ എല്ലാം കൂട്ടിച്ചേർത്ത് നിന്ന് ആ കുടുംബത്തെ നന്നായിട്ട് അവസാനം വരെ കൊണ്ടുപോകേണ്ടുന്ന കടമ ആ കുടുംബനാഥനാണുള്ളത്. ആ താലി കെട്ടിയ ദൈവത്തിനെ സാക്ഷിയാക്കിയും സമൂഹത്തിനെ സാക്ഷിയാക്കിയും സ്വീകരിച്ച പെണ്ണിനോട് കാണിക്കുന്ന അനീതിയാണ് പിന്നീട് ചെയ്യുന്നത്. ഇവരെ എന്തുതരം കുടുംബനാഥന്മാരാണ്, എന്തുതരം ഭർത്താക്കന്മാരാണ്? അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവരുടെ കടമകളും ചെയ്യാതെ അവർക്ക് തോന്നിവാസം അവർ ജീവിക്കുക, ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തുക, തോന്നിവാസം ജീവിക്കുക. എന്നിട്ട് ഇത് മക്കളെയും ബാധിക്കുന്ന ഇതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്ന ആരാ? ഭാര്യയും മക്കളും. ഇപ്പം ജോലി ചെയ്യുന്ന ഒരു ഭാര്യയാണെന്നില്ല, ആ ഭാര്യയുടെ കഷ്ടപ്പാടും കൂടെ എടുത്ത് തോന്നിയ രീതിയിൽ ചെലവഴിക്കുകയും തോന്നിയ രീതിയിൽ ഒക്കെ അവരെ വെറും എല്ലാം നഷ്ടപ്പെടുത്തി അവരെ ഒന്നുമില്ലാത്തവരാക്കി നിർത്തുന്ന ഭർത്താക്കന്മാർ ഉണ്ട്. അവിടെ നല്ല ഭർത്താക്കന്മാരും ഉണ്ട്. തൻ്റെ ഭാര്യയും മക്കളെയും ചേർത്ത് പിടിച്ച് അവരുടെ ചെറുതും വലുതുമായ കുറ്റങ്ങളൊക്കെ ശമിച്ചും ക്ഷമിച്ചും അവരെ ചേർത്ത് പിടിച്ച് അന്ത്യത്തോളം കുടുംബജീവിതം നയിക്കുന്ന ചേർത്ത് നിർത്തി തൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും തൻ്റെ കൊച്ചുമക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് കരുതി വെക്കുകയും അവരെ നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ എത്രയോ അപ്പച്ചന്മാരെ ഒക്കെ നമ്മൾ കാണുന്നു. എത്രയോ പ്രായമായിട്ടും അവരെ അന്വേഷിക്കുന്നു തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ നോക്കിയെടുത്തും അവർക്ക് വേണ്ടുന്നതൊക്കെ പിന്നെയും കരുതുകയും കൂട്ടുകയും ചെയ്യുന്ന എത്രയോ ആൾക്കാരെ നമ്മൾ കാണുന്നു. ആ സ്ഥാനത്താണ് ഒരു ഉത്തരവാദിത്വമില്ലാതെ വെറും ഇവരുടെ ഒരു ജീവിത ഉദ്ദേശവുമില്ലാതെ, ഒരു ജീവിതത്തിന് ഒരു ഉദ്ദേശമില്ലാതെ തോന്നിയ കണക്ക് ജീവിച്ചിട്ട് ആരുടെയും സമൂഹത്തിൻ്റെ മുന്നിലും ആരുടെയും മുന്നിൽ തല നോക്കാൻ വയ്യാത്ത പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഭർത്താക്കന്മാരും ഉണ്ട്, കുടുംബനാഥന്മാരും ഉണ്ട്. അവർ കാരണമാണ് അവരുടെ കുടുംബം തകർന്നു പോയത്. അവരിൽ വിശ്വാസം അർപ്പിച്ച ഭാര്യയും മക്കളുമാണ് തകർന്നു പോയത്. തകർന്നു പോയത് എന്തുകൊണ്ടാണ്? ഈ കുടുംബനാഥൻ്റെ ഈ തൈവേരാകുന്ന അല്ലെങ്കിൽ അടിവേരാകുന്ന ഈ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ കുടുംബനാഥൻ്റെ പ്രവൃത്തി ദോഷം മൂലം സർവ്വതും നഷ്ടപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ഇഷ്ടം പോലെ ഭർത്താക്കന്മാരുണ്ട്, കുടുംബനാഥന്മാരുണ്ട്. കുടുംബ ബന്ധങ്ങളുടെ തകർച്ച എവിടുന്നാണ് ഉണ്ടാകുന്നത്? പിന്നെ ഭാര്യയെ കണ്ടുകൂടാ, പിന്നെ തകർച്ചയിൽ അടിഞ്ഞു കഴിയുന്ന ഉടനെ സമയത്ത് പിന്നെ ഭാര്യയെ കണ്ടുകൂടാ, മക്കളെ കണ്ടുകൂടാ, പിന്നെ വഴക്കായി വക്കാണമായി, പിന്നെ പറയുന്നതൊന്നും ഇഷ്ടപ്പെടത്തില്ല, എടുക്കത്തില്ല, അവിടെ എത്തുന്നു. ഒരു ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ്റെ കടമ എന്തുവാ? കർത്തവ്യം എന്തുവാ? ഉത്തരവാദിത്വം എന്തുവാ? വല്ല വീട്ടിലെയും പെണ്ണിനെയും വല്ല താലി കെട്ടി കൊണ്ടുവന്നിട്ട് തോന്നിവാസം അവളോട് പ്രവർത്തിക്കുകയും അവളോട് കാണിക്കുകയും ചെയ്യുന്നതാണ് ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ്റെ കടമയും കർത്തവ്യം. പിന്നീട് ഒരു ഉളുപ്പുമില്ലാതാണ് മോശമായ സംസാരങ്ങൾ ആ ഇതോടും ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറേ ഭർത്താക്കന്മാരുണ്ട്. ഭർത്താക്കന്മാരുടെ അവിഹിതം കാരണം, അവരുടെ തോന്നിവാസ രീതിയിലുള്ള ജീവിതം കാരണം, മദ്യത്തിനും അതിനും അടിമയായിട്ടുള്ള ആ ജീവിതം കാരണം തകർന്നു പോകുന്ന അനേക കുടുംബ ബന്ധങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഭാര്യമാരും ഉണ്ട്. ഭാര്യമാരും ഇല്ലെന്നല്ല പറയുന്നത്, ഇതേവണക്കുള്ള ഭാര്യമാരും ഉണ്ട്. തൻ്റെ കുഞ്ഞുങ്ങളെയും മറന്ന് തൻ്റെ ഭർത്താവിനെയും മറന്ന് അവരോട് ഒരു പ്രതിബദ്ധതയില്ലാതെ വഴിവിട്ട ജീവിതം നയിച്ചിട്ട് സ്വന്തം കുടുംബത്തെ നശിപ്പിക്കുന്ന ഭാര്യമാരും ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു ഭാര്യയല്ല. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഭർത്താവും യഥാർത്ഥ ഒരു ഭർത്താവല്ല. ഇന്നത്തെ കാലത്ത് ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ മനുഷ്യർക്ക് സാധാരണമാണ്. ചെറിയ ചെറിയ തെറ്റും കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകുന്നു. പക്ഷേ എത്ര തെറ്റുകുറ്റങ്ങളും ചെറിയ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായും ഒരു കുടുംബനാഥനോ ഒരു കുടുംബനാഥയ്ക്കോ അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്കോ ഒരു ഭർത്താവിനോ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ അവരുടെ ആദ്യത്തെ പ്രാധാന്യം എന്തായിരിക്കണം? തൻ്റെ കുടുംബത്തിന്. ഒരു ഭർത്താവിനാണെങ്കിൽ തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, അതാണ് ആ പുള്ളിയുടെ ആളിൻ്റെ കുടുംബം. ഒരു ഭാര്യയ്ക്കാണെങ്കിൽ തൻ്റെ ഭർത്താവും മക്കളും, അതാണ് അവരുടെ കുടുംബം. ആ കുടുംബത്തെ തകർക്കുന്ന ഒരു ബന്ധങ്ങളും ഏർപ്പെടാതെ അതിനെയൊക്കെ നിർത്തേണ്ടുന്ന സ്ഥാനത്ത് നിർത്തിയെടുത്തും കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആണ് യഥാർത്ഥ ഒരു ഭർത്താവും ഭാര്യയോ കുടുംബനാഥനോ കുടുംബനാഥിയോ ആകുന്നത്.
ഇതിനിടയ്ക്ക് ഇങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ ഇടയ്ക്ക് എന്തുവാ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്ന ആരാ? മക്കളാണ്. കൂടുതലും അനുഭവിക്കുന്നത് മക്കളാണ്. ഇവർക്ക് ആരോടാണ് ഉത്തരവാദിത്വം ഉള്ളത്? ആരോടാണ് പ്രതിബദ്ധതയുള്ളത്? ഭാര്യയോടുണ്ടോ? മക്കളോടുണ്ടോ? സമൂഹത്തിൽ നല്ലതായിട്ട് ജീവിക്കണമെന്നുള്ള ചിന്തയുണ്ടോ? ആരോടാണ് പ്രതിബദ്ധതയുള്ളത്? ആരോടാണ് എന്തുവാണ് ഇവർക്കുള്ളത്? ഒരു ഉദ്ദേശവുമില്ല, ഒരു എയിമുമില്ല, ഒന്നുമില്ല. ചുമ്മാ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു തീർക്കുക. അതാണ് ഇങ്ങനെയുള്ളവരുടെ കാര്യം. കുടുംബജീവിതങ്ങളെ തകർക്കുന്ന ഭാര്യമാരുമുണ്ട്. കഴിവിട്ട ജീവിതം നയിച്ചു ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട്. ഇതുപോണക്ക് ഭാര്യയും മക്കളെ ഉപേക്ഷിച്ച് തോന്നിവാസം നടക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട്, ഒരു ഉത്തരവാദിത്വമില്ലാതെ. അപ്പം കുടുംബ ബന്ധങ്ങൾ തകർന്നതിൻ്റെ കാരണക്കാരാരാ? ഈ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം ഈ ഭാര്യയും ഭർത്താവും അല്ലെ? ഈ കുടുംബനാഥനും കുടുംബനാഥിയോ? കുടുംബനാഥൻ കഴിഞ്ഞിട്ടാണ് കുടുംബനാഥ വരുന്നത്. കുടുംബനാഥൻ്റെ ഉത്തരവാദിത്തങ്ങളാണ് ഏറെ, അല്ലേ? കുടുംബനാഥൻ്റെ പിന്നിലല്ലേ കുടുംബനാഥയും ഭാര്യയും മക്കളും വരുന്നത്, അല്ലേ? അവിടെ മുന്നിലല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഓരോ കുടുംബങ്ങളെയും പിന്നെ കുടുംബനാഥനെ ഓരോരുത്തർ പറയുന്നത് ഇത് കേൾക്കുന്നതെന്നുള്ള പാലിരിക്കുമ്പം തലയാടണ്ടെന്ന് വിചാരിച്ച് എല്ലാം കുടുംബനാഥനെ ഏൽപ്പിക്കുന്നത്. എല്ലാം കുടുംബനാഥനെ എന്തുകൊണ്ടാണ് ഏൽപ്പിക്കുന്നത് ആൾക്കാരെ? ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു ഭാര്യ ആയാൽ ആ ഭർത്താവിനെ വിശ്വസിച്ച് സകലം ഭർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തു, ഇതിന്ന് കാര്യങ്ങൾ നടക്കട്ടെ എടുക്കട്ടെ എന്ന് വിചാരിക്കുന്ന സമയത്ത് ആ ഭർത്താവ് അതെല്ലാം ദൂർത്തടിച്ച് തോന്നിവാസം ചിലവാക്കി കഴിഞ്ഞിട്ട് എന്തുവാ കുടുംബനാഥൻ്റെ ഒരു എടുത്തു പറയാനുള്ള ഒരു കാര്യം? അതുപോണക്ക് ഭർത്താവ് കഷ്ടപ്പെട്ട് ഒരു ഉത്തമ ഭർത്താവ് എന്തുവാ ചെയ്യുന്നത്? അവൻ്റെ കഷ്ടപ്പാടിൻ്റെ അല്ലെങ്കിൽ അവനെ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന അവൻ്റെ ശമ്പളം അല്ലെ സാലറി തൻ്റെ ഭാര്യയുടെ കൊടുക്കുന്ന ഒരു ഉത്തമ ഭർത്താവാണ്. അതുപോണക്ക് തന്നെ ഭാര്യയും കൊടുക്കുന്നുണ്ട്. ഭാര്യയും ജോലി ചെയ്ത് വരുന്നത് മൊത്തം ഭർത്താവിനറിയാം എത്ര ശമ്പളമാണെന്ന്, ഭർത്താവിനെ അറിയാം എന്താ വരുമാനം, എല്ലാം ഭർത്താവിനറിയാം. അതേസമയം ഒരു ഭാര്യയ്ക്ക് കറക്റ്റ് ഒരു ഭർത്താവിന് ശമ്പളം അറിയാൻ പറ്റുന്നില്ല. അയാൾ പറയത്തുമില്ല, അയാളോട്ട് കൊടുക്കത്തുമില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതിനിടയ്ക്ക് പെട്ടുപോകുന്നതും മക്കളാണ്. മക്കളുടെ ജീവിതമോ അല്ലെങ്കിൽ മക്കളുടെ മുന്നോട്ടുള്ള ഭാവിയോ ജീവിതമോ സുരക്ഷിതത്വമോ ഒക്കെ ചിന്തിക്കുന്ന ഒരു കുടുംബനാഥനും അങ്ങനെ ചെയ്യത്തില്ല. സ്വന്തം താല്പര്യത്തിന് വേണ്ടി സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് എല്ലാത്തിനെയും തച്ചുടയ്ക്കുന്ന കുടുംബനാഥന്മാരും അച്ഛന്മാരും ഒന്നും ഭർത്താക്കന്മാരും ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്യുന്നവരെ? ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഒരു യഥാർത്ഥ കുടുംബനാഥനും കുടുംബനാഥി ആരായിരിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു വരുന്നത്. ഒരു കുടുംബത്തിൻ്റെ കുടുംബം എന്നുള്ളതിൻ്റെ അർത്ഥം എന്തുവാ? കൂടുമ്പം ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം. ഇന്ന് കൂടുമ്പം ഇമ്പം എവിടെയാണ്? കൂടിയിട്ട് വേണമല്ലോ ഇമ്പം ഉണ്ടാകാൻ. ഇന്ന് കുടുംബം കൂടിയിട്ട് വേണമല്ലോ ഇമ്പം ഉണ്ടാകാൻ. ഇല്ല. 4 പേരുണ്ടെങ്കിൽ 5 പേരുണ്ടെങ്കിൽ ഓരോരോ വഴിക്കാം. എന്തിനു പറയാൻ, ഇന്ന് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പോലും ഒരു കുടുംബത്തിലെ ആൾക്കാർ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ്. എങ്ങോട്ടായി പോക്കെ? ഇതാര് കാരണം ഉണ്ടാകുന്നത്? എവിടുന്നാണ് ഇതിൻ്റെ തായ് പേരെ? കുടുംബനാഥൻ ആഹാരം കഴിക്കാൻ വരുമ്പോൾ നിങ്ങൾ കഴിച്ചോ, എനിക്കിപ്പം അതാണോ? അല്ല. എല്ലാവരും കൂടി ഇരുന്ന് ആഹാരവും കഴിച്ച് എല്ലാവരും കൂടി ഇരുന്ന് എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയൊക്കെ കളിയും തമാശയൊക്കെ പറഞ്ഞുള്ള അതല്ലേ കുടുംബം? പക്ഷേ ഇന്ന് എന്തുവാ കുടുംബം? ഇന്ന് കുടുംബമൊന്നുമില്ല. ആ കുടുംബങ്ങളെ തകർത്തതാരാ? ഇപ്പോൾ ഒരു കുടുംബനാഥൻ ഏതൊരു ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാലും നല്ലതല്ലാത്ത ഒരു ബന്ധത്തിൽപ്പെട്ടാൽ അതിനെ നിർത്തണം. ഇന്നത്തെ കാലത്ത് ചാറ്റോ ചീറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലമാണ്. അതിനൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ ബന്ധങ്ങളൊക്കെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെയൊക്കെ നമ്മൾ അറുത്ത് കളയണം. അങ്ങനെയുള്ള ബന്ധങ്ങൾ നമുക്കുണ്ടായാൽ പോലും അതിനെയൊക്കെ നമ്മൾ പരിധിയിൽ നിർത്തണം, അല്ലെങ്കിൽ അറുത്ത് കളയണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തിനാണ് പ്രാധാന്യം. ഒരു ഭർത്താവിനാണ് എൻ്റെ ഭാര്യയും മക്കൾക്കുമാണ് പ്രാധാന്യം. ഒരു ഭാര്യ ആണെങ്കിൽ ആ ഭാര്യയ്ക്ക് ഭർത്താവും മക്കളുമാണ് പ്രാധാന്യം. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ബന്ധങ്ങളെയൊക്കെ നിയന്ത്രിച്ച് നിർത്തി കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാലേ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കത്തുള്ളൂ, നല്ലൊരു കുടുംബമെന്ന് പറയാൻ പറ്റത്തുള്ളൂ.
ചിലരുണ്ട് എങ്ങനെയും അങ്ങ് ജീവിച്ചാൽ മതി, എങ്ങനെയും കാലം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ജീവിതത്തിന് ഒരു ഉദ്ദേശം വേണം, ഒരു എയിം വേണം. ഞാൻ ഇങ്ങനെയായിരിക്കണം, ഞാൻ എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട്, സമൂഹത്തിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ഇമേജ് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്ന ചിന്ത ഓരോ പുരുഷനും ഓരോ കുടുംബനാഥനും ഓരോ ഭർത്താവിനും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഭാര്യയ്ക്കും ഒരു ഇത് വേണം, ഞാൻ എങ്ങനെയുള്ള ഒരാളായിരിക്കണം സമൂഹത്തിൻ്റെ മുന്നിൽ എന്നുള്ളത്. എൻ്റെ ഭർത്താവിനും മക്കൾക്കും സമൂഹത്തിൽ ഞാൻ എങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ളതും വേണ്ട. എന്നെങ്കിൽ മാത്രമേ കുടുംബജീവിതം നന്നാവത്തുള്ളൂ, കുടുംബ ബന്ധങ്ങളും നന്നാവത്തുള്ളൂ. കുടുംബജീവിതത്തെ തന്നെ തകർക്കുന്ന, കുടുംബ ബന്ധങ്ങളെ തന്നെ തകർക്കുന്ന ബന്ധങ്ങൾ അറുത്തു കളയാൻ പറ്റാത്ത കുടുംബനാഥന്മാരോ ഉണ്ടെങ്കിൽ ആ കുടുംബം പിന്നെ തകർന്നു പോകും. ഇതിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്തേണ്ടുന്നത് ആരാണ്? ഇങ്ങനെയുള്ള ബന്ധങ്ങളെ നിയന്ത്രിച്ച് നിർത്തേണ്ടുന്ന ആരാണ്? തൻ്റെ മക്കളെയും തൻ്റെ ഭാര്യയെയും മറന്ന് മറ്റു ബന്ധത്തിൽ പെട്ടുപോയിട്ട് അതിനെ അറുത്തു കളയാതെ, തൻ്റെ കുടുംബത്തിന് പ്രയോറിറ്റി കൊടുക്കാത്ത ഏത് കുടുംബനാഥനെ പറ്റി എന്ത് പറയാനാണ്? തൻ്റെ കുടുംബത്തിന് പ്രയോറിറ്റി കൊടുക്കാത്ത കുടുംബനാഥയെ പറ്റി എന്ത് പറയാനാണ്? ഇന്ന് അതാണ് കുടുംബജീവിതങ്ങളെല്ലാം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ മാത്രം വിചാരിച്ചാൽ പറ്റുന്ന കാര്യവുമല്ല. അവിടെ രണ്ടു കൂട്ടരും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇല്ല, ഇതെൻ്റെ കുടുംബത്തെ ബാധിക്കും, അല്ല ഈ ഒരു ബന്ധമോ, അല്ല ഇങ്ങനെയുള്ള ഒരു കാര്യമോ, അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളോ, ഇല്ല ഇത് സമൂഹത്തിൽ എനിക്ക് നല്ലത് തരത്തില്ല, അല്ല ഇതെൻ്റെ കുടുംബത്തെ ബാധിക്കുന്നതാണ്, എൻ്റെ ഭാര്യയും മക്കളെയും എൻ്റെ കുടുംബത്തെ ബാധിക്കുന്നതാണ്, അത് പറ്റത്തില്ല, അതിനെ അറുത്ത് കളയാനുള്ള മനോധൈര്യം വേണം. അത് ഭാര്യയായാലും ഭർത്താവായാലും. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് കുടുംബജീവിതങ്ങളെല്ലാം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ. അതുകൊണ്ട് നല്ല നല്ല കുടുംബ ബന്ധങ്ങളുണ്ടാകട്ടെ, നല്ല നല്ല കുടുംബ ബന്ധങ്ങളുണ്ടാകട്ടെ, നല്ല നല്ല കുടുംബനാഥന്മാരുണ്ടാകട്ടെ, നല്ല നല്ല ഭർത്താക്കന്മാരും ഭാര്യമാരും ഉണ്ടാകട്ടെ, നല്ല കുടുംബനാഥന്മാരുണ്ടാകട്ടെ. ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാകട്ടെ, ബന്ധങ്ങളെ അകറ്റുന്നതല്ല, ബന്ധനങ്ങളാകാതിരിക്കട്ടെ. അതാണ് എനിക്ക് വീഡിയോ കൂടെ പറയാം. ഒരു ബന്ധവും ബന്ധനങ്ങളാകാതിരിക്കട്ടെ. ഇതിനിടയിൽ മക്കളും ഉണ്ട്. ആ മക്കളും ഇതൊക്കെ കണ്ട് ഇപ്പം അമ്മയെ സ്നേഹിക്കാത്ത ഒരു ഭർത്താവിൻ്റെ മകനെ, അതായത് ഒരു അച്ഛൻ്റെ മകൻ എന്താണ് കണ്ടുപിടിക്കുന്നത്? അമ്മയോട് മിണ്ടാതെ അമ്മയോട് വഴക്കിട്ടും അമ്മയെ സ്നേഹിക്കാതെ ഇരിക്കുന്ന ഒരു അച്ഛൻ്റെ മോൻ എന്ത് മോറലാണ്? ഈ അച്ഛൻ എന്ത് മോറലാണ്, എന്ത് മാതൃകയാണ് ആ മകന് കൊടുക്കുന്നത്? അതുപോലെ തന്നെയാണ് അമ്മ. അപ്പോൾ ബന്ധനങ്ങളാകാതിരിക്കട്ടെ, അതിനായിട്ട് ശ്രമിക്കട്ടെ ആൾക്കാരെ എന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടെ പറയാനുള്ളത്. എല്ലാ നല്ല ബന്ധങ്ങളും നിലനിൽക്കട്ടെ. ബന്ധനങ്ങളിൽ പെട്ടുപോയവർ ആ ബന്ധനങ്ങൾ വിട്ട് മാറാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. എല്ലാ പ്രാധാന്യം തൻ്റെ കുടുംബത്തിനായിരിക്കട്ടെ. ഓരോ കുടുംബനാഥയ്ക്കും ഓരോ കുടുംബനാഥനും തൻ്റെ കുടുംബത്തിന്, തൻ്റെ ഭർത്താവിന്, തൻ്റെ മക്കൾക്ക്, തൻ്റെ ഭാര്യയ്ക്ക്, തൻ്റെ മക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന നല്ല കുടുംബജീവിതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കൂടി ഇതാന്ന് പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കാണും വരെ.